Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. Good Good afternoon, afternoon. miss. Good afternoon. Good afternoon, Miss. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, miss. മിസ് കേൾക്കാൻ പറ്റുന്നില്ല. കേൾക്കാൻ പറ്റുന്നില്ലല്ലോ മാം. പറ്റുന്നില്ല മിസ്. കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? Welcome. ഓക്കെ. Prayer ചൊല്ലിക്കോട്ടെ മിസ്സേ. ചെയ്തോളൂ കേട്ടോ, പ്രയർ ചെയ്തോളൂ. ഓക്കെ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നമുക്കു നിത്യവും വസിച്ചിടാൻ എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. ഈ കലാലയം നമുക്കു നിത്യവും വസിച്ചിടാൻ എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. താങ്ക് യു. ഓക്കെ, സൈൻ ഇൻ ചെയ്തോളൂ കേട്ടോ. സൈനിങ് ഞാൻ പറയട്ടോ. ആരെങ്കിലും ഉണ്ടോ സൈനിങ് പറയാൻ?
നീലി ഞാൻ പറയാം മാം. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. Respected Jisha ma'am, warm welcome to our this class session, and welcome all of you, my dear friends, for this class session. Thank you. എന്റെ പേര് ഇത്രയും നാളായിട്ട് അറിയില്ലേ? അശ്വതി മാം എന്നല്ലേ ഞാൻ പറഞ്ഞത്? അല്ല. അയ്യോ അല്ല, സോറി അല്ല. മാം, ജിഷ മാറിപ്പോയി. മിസ് എന്നാ പറഞ്ഞേ. എനിക്കറിയാം അത് അശ്വതി മാം. കുഴപ്പമില്ല. ഞാൻ ചോദിച്ചതേ ഉള്ളൂ, വെറുതെ തമാശക്ക് ചോദിച്ചതാണ് കേട്ടോ. ആണോ? എനിക്ക് അറിയാതെ വന്നു പോയതാ മാം, സോറി. ആരില്ല. വെൽക്കം അത് കണ്ടാ. വെൽക്കം അശ്വതി മാം. അത് കുഴപ്പമില്ല. ഓക്കെ. ഓക്കെ. അപ്പൊ നമുക്ക് തോട്ട് ഓഫ് ദി ഡേ പറഞ്ഞായിരുന്നോ? പറയട്ടെ മാം. Don't take rest after your first victory, because if you fail in second, more lips are waiting to say that your first victory was just luck. APJ Abdul Kalam. ഓക്കെ. അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? നമ്മള് എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്? പറഞ്ഞു നിർത്തിയത് എന്തായിരുന്നു? ലാംഗ്വേജ് ഡെവലപ്മെന്റ് എടുത്തായിരുന്നോ? മാം ചൈനീസ് വിസ്പർ ഗെയിം കളിക്കാൻ പറഞ്ഞു. ആ, അതിന് ഒരാഴ്ച തന്നല്ലേ ഞാൻ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അതെ മാം. എല്ലാരും റെഡി ആയിട്ടുണ്ടോ? എല്ലാരും റെഡിയാണ് അപ്പൊ മാം. ഒന്ന് സ്റ്റാർട്ട് ചെയ്തോളാം. ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോളൂ. മാം ഇത് കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്ന് കുറച്ച് പേര് ലെഫ്റ്റ് ആവുന്നുണ്ട്. പറയുമ്പോൾ മാത്രമാണ് ജോയിൻ ആവുന്നത് കേട്ടോ. ആ, ഓക്കെ ഓക്കെ, ശരി ശരി. കോർഡിനേറ്റ് ചെയ്യാൻ ഒബ്സർവ് ചെയ്യാനൊക്കെ ആളെ ഏൽപ്പിച്ചിട്ടില്ലേ? ഒബ്സർവ് ചെയ്യാനിപ്പം അങ്ങനെ ആരും ഏൽപ്പിച്ചിട്ടില്ല മാം. അല്ല, കാണികളെ ഒബ്സർവ് ചെയ്തോട്ടെ മാം. ഓക്കെ ഓക്കെ. ഇപ്പം ഇതിലിപ്പം 15 പേരുണ്ട് മാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിലിപ്പം നീനു, ജോഷ്മി, ശരണ്യ, മുബഷിറ, സിനി, മിഥുന, അബീറ, കീർത്തി, ബിസ്മി, സോജി, മാളവിക, വിദ്യ, രമ്യ, ആതിര എന്നിവരാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇതില് നീനു ഒഴിച്ച് ബാക്കിയുള്ള പാർട്ടിസിപ്പൻസ് എല്ലാം ഇതിൽ നിന്ന് ലെഫ്റ്റ് ആവും. ഓക്കെ. അപ്പൊ അതാണ് നമ്മുടെ പ്ലാൻ എന്നുള്ളത്. അപ്പൊ ഇനിയിപ്പം നീനു ഒഴിച്ച് ബാക്കി എല്ലാ പാർട്ടിസിപ്പൻസും ഒന്ന് ലെഫ്റ്റ് ആവണേ. ഞാൻ പിൻ ചെയ്തോട്ടെ? ഞാനുണ്ട് മിസ്. പിൻ ചെയ്തോട്ടെ. നമുക്ക് അറ്റ് എ ടൈം 4 പേരെയാണ് പിൻ ചെയ്യാൻ പറ്റുക കേട്ടോ. അതിൽ കൂടുതൽ പിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നീനുവിനെ പിൻ ചെയ്തോട്ടെ? ആ ചെയ്തോ. ഓക്കെ. അപ്പൊ ബാക്കി എല്ലാരും ലെഫ്റ്റ് ആയെന്ന് വിചാരിക്കുന്നു. പാർട്ടിസിപ്പൻസ് എല്ലാരും ലെഫ്റ്റ് ആയി. ഇനി ഷില് തുടങ്ങിക്കോ. ഞാൻ തുടങ്ങിക്കോട്ടെ. ഓക്കെ. ഉറപ്പ് വരുത്തിയല്ലേ? ആരും ഇല്ലല്ലോ നമ്മുടെ പാർട്ടിസിപ്പൻസ് ആരും? ഇല്ല, നമ്മൾ രണ്ടുപേരും മിസ്സേ ഉള്ളൂ. മാളവിക ജോയിൻ ആയോ വീണ്ടും? മാളവിക ആയിട്ടില്ല. ഓക്കെ. അപ്പം നീനും ഞാനും മാത്രമേ ഉള്ളൂ. ബാക്കി പാർട്ടിസിപ്പൻസ് ആരും ഇല്ലല്ലോ അല്ലേ? ഇല്ല. ഓക്കെ. നീനു ഞാൻ പറയുവാണ് കാര്യം കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണേ. ഓക്കെ. ബാലൻ വൈദ്യരുടെ മകൻ ബാലു ബാലരാമപുരത്ത് നിന്ന് വാങ്ങിയ ബദാം പരിപ്പ് ഭരണിയിലാക്കി വെച്ചു. ഒരു വലിയ വണ്ട് വന്ന് ഭരണിയിലിരുന്ന് ഭീം ഭീം എന്ന് പാടിയപ്പോൾ പേടിച്ചു പോയ ബാലു ഭരണി വലിച്ചു താഴെയിട്ട് ഭ്രാന്തനെ പോലെ ബഹളം വെച്ചു. നീനു കേട്ടല്ലോ? എന്റെ പൊന്നെ, ഇതെങ്ങനെ? ഓക്കെ, കേട്ടല്ലോ. ഞാനിനി അടുത്ത ആളെ ജോയിൻ ആവാൻ പറയാൻ പോവാന്നേ. ഓക്കെ.
ജോഷ്മി ജോയിൻ ആയിട്ടുണ്ടോ? യെസ് യെസ് ഞാൻ വന്നു. ഓക്കെ, നീനു പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ. ഓക്കെ, ജോഷ്മി ശ്രദ്ധിച്ച് കേട്ടോ. ബാലൻ വൈദ്യരുടെ മകൻ ബാലു ബദാം വാങ്ങാൻ ബാലരാമപുരത്ത് പോയിട്ട് ബദാം വാങ്ങി ഭരണിയിലിട്ട് ഇട്ടോണ്ട് പോയപ്പോൾ ഒരു വണ്ട് വന്നു. ഇത്രേ ഉള്ളു. ഓക്കെ. ബാലൻ വൈദ്യരുടെ മകൻ ബാലു. ജോഷ്മി, അടുത്ത ആളെ ഞാൻ വിളിക്കട്ടെ, വിളിച്ചതിന് ശേഷം പറഞ്ഞാ മതി കേട്ടോ. ഓക്കെ ഓക്കെ, മറന്നു. ആള് വന്നിട്ട് പറയാം. ഇപ്പൊ ഞാൻ ശരണ്യെ വിളിക്കാൻ പോവാണ്. ശരണ്യ അടുത്ത് ഞാൻ വിളിച്ച് ജോയിൻ ആയതിനു ശേഷം പറഞ്ഞാ മതി കേട്ടോ. ഓക്കെ ഓക്കെ, മറന്നു. ശരണ്യ ജോയിൻ ആയോ? പറഞ്ഞോട്ടെ. ജോഷ്മി പറഞ്ഞു കൊടുത്തോ. ബാലൻ വൈദ്യരുടെ മകൻ ബാലു ബദാം വാങ്ങാൻ ബാലരാമപുരത്ത് പോയപ്പോൾ ഒരു വണ്ട് വന്ന് തട്ടി ബദാം ഭരണിയിലാക്കി. ശരണ്യ കേട്ടല്ലോ. ഇനി ഞാൻ അടുത്ത ആളെ വിളിക്കാൻ പോവാണേ. മുബഷിറയാണ് വിളിക്കാൻ പോകുന്നത്. ശരണ്യ പോയോ? ഇല്ല, ഞാനുണ്ട്. മുബഷിറ ജോയിൻ ആയോ? മുബഷിറ ജോയിൻ ആയോ? ജോയിൻ ആയിട്ടില്ല. ആയോ? ആയി. ഓക്കെ, ശരണ്യ പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ. പറയാ. ബാലരാമപുരത്ത് ബദാം മേടിക്കാൻ പോയപ്പോ ബാലൻ വണ്ടി തട്ടി. മുബഷിറ കേട്ടല്ലോ. മുബഷിറ പോയോ? പോയിട്ടില്ല. കേട്ടോ. അനി ഞാൻ സിനിയെ വിളിക്കാൻ പോവാണേ. സിനിയെ വിളിച്ചിട്ട് കേറിയതിന് ശേഷം പറഞ്ഞാൽ മതിയേ. ഓക്കെ. സിനി ജോയിൻ ആയോ? സിനി ജോയിൻ ആയിട്ടുണ്ടോ? ഉണ്ട് പറഞ്ഞോ. മുബഷിറ പറഞ്ഞു കൊടുത്തോളേ. ഓക്കെ. ബാലരാമ ഗദ മേടിക്കാൻ പോയപ്പോൾ ബാലവണ്ടി തട്ടി. ഓക്കെ. ഓക്കെ, സിനി കേട്ടല്ലോ. ഞാൻ ഈ മിഥുനെ വിളിക്കാൻ പോവാണേ. ഓക്കെ ഓക്കെ. മിഥുന ജോയിൻ ആയോ? സിനി പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ. ബാലരാമ ഗദ മേടിക്കാൻ പോയപ്പോൾ ബാലവണ്ടി തട്ടി. മിഥുന കേട്ടോ? ഓക്കെ. കേട്ടു. ഇനി ഞാൻ അബീറെ വിളിക്കാൻ പോവാണേ. അബീറ ജോയിൻ ആയോ? ആയി. മിഥുന പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ. ബാലരാമ ഗദ വാങ്ങിക്കാൻ പോയപ്പോൾ ബാലവണ്ടി തട്ടി. ഒറ്റ പറയോ? ബാലരാമ ഗദ വാങ്ങാൻ പോയപ്പോൾ ബാലവണ്ടി തട്ടി. ഓക്കെ. അബീറ കേട്ടല്ലോ. ഇനി ഞാൻ കീർത്തി വിളിക്കാൻ പോവാണേ. ഓക്കെ.
കീർത്തി ജോയിൻ ആയോ? കീർത്തി പോയോ? വന്നില്ലേ? ഇല്ല ഉണ്ട് പറഞ്ഞോ. അബീറ പറഞ്ഞു തരുവേ. ഓക്കെ. ബാലരാമൻ ഗദ വാങ്ങിക്കാൻ പോയപ്പോ ബാല വന്ന് തട്ടി. ഓക്കെ അല്ലേ? ഓക്കെ. കീർത്തി, ഞാൻ ബിസ്മിയെ വിളിക്കാൻ പോവുകയാണേ. ഓക്കെ. ബാക്കിയുള്ളവർ മ്യൂട്ട് ആവണേ, സംസാരിക്കരുത് കേട്ടോ. ബിസ്മി ജോയിൻ ആയോ? ആയി പറഞ്ഞോ. കീർത്തി പറഞ്ഞു കൊടുത്തോളൂ. പറയട്ടെ? ഹലോ. കീർത്തി പറഞ്ഞോ. പറഞ്ഞോ. ബാലരാമൻ ഗദ വാങ്ങാൻ വന്നപ്പോൾ ബാല വന്ന് തട്ടി. ബിസ്മി കേട്ടല്ലോ. സോജിയെ വിളിക്കുവാണേ. ഓക്കെ. സോജി ജോയിൻ ആയോ? ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടേ. ബിസ്മി പറഞ്ഞു തരും കേട്ടോ. ഓക്കെ. പറയട്ടെ? പറഞ്ഞു. ബാലരാമൻ ഗദ വാങ്ങാൻ വന്നപ്പോ ബാല വന്ന് തട്ടി. ഇത്രേ ഉള്ളോ? അത്രേ ഉള്ളൂ. ഓക്കെ. അടുത്ത ആളെ വിളിച്ചോ. സോജി, ഞാൻ മാളവികയെ വിളിക്കുവാണേ. ഓക്കെ. മാളവിക ജോയിൻ ആയോ? മാളവിക വന്നോ? മാളവിക വന്നിട്ട് വന്നോ? സോജി മാളവിക എടുത്തപ്പോ പറഞ്ഞു തരുവേ. മാളവിക കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. ബാലരാമൻ ഗദ വാങ്ങാൻ വന്നപ്പോൾ മാളവിക തട്ടി. മാളവിക കേട്ടല്ലോ. മാളവിക കേട്ടു. ഞാൻ വിദ്യയെ വിളിക്കാൻ പോവാണേ കേട്ടോ. മ്യൂട്ടായിരിക്കണേ. ഓക്കെ. വിദ്യ ജോയിൻ ആയോ? ജോയിനായി. മാളവിക പറഞ്ഞത് പറയട്ടെ വിദ്യ? പറഞ്ഞു. ബാലരാമൻ ഗദ വാങ്ങാൻ വന്നപ്പോൾ മാളവിക തട്ടി. വിദ്യ കേട്ടല്ലോ. കേട്ട്. ഞാൻ അടുത്ത രമ്യയെ വിളിക്കുവാണേ. ജോയിൻ ആയോ? ജോയിൻ ആയി. വിദ്യ പറഞ്ഞു തരും കേട്ടോ. പറഞ്ഞോട്ടെ? പറഞ്ഞു. ബാലരാമൻ ഗദ കൊണ്ടുവന്നപ്പോൾ തട്ടി. കേട്ടോ? രമ്യ കേട്ടോ? അത്രേ ഉള്ളൂ. പോരെ? മതി. അടുത്ത ആളെ ഞാൻ ആതിരെ വിളിക്കുവാണേ. ആതിര ജോയിൻ ആയോ? ഹായ് മാം. ഞാനാണ്. പറയട്ടെ? സോറി.
പറഞ്ഞോ. ബാലരാമൻ ഗദ കൊണ്ട് വന്നപ്പോൾ തട്ടി. കേട്ടോ? ഒന്നും കൂടെ പറയോ? ഒരു വട്ടല്ലേ പറയൂ. ബാലരാമൻ ഗദ കൊണ്ട് വന്നപ്പോൾ തട്ടി. ഓക്കെ. ബാലരാമൻ ഒരു മിനിറ്റ് ആതിര, ഒരു മിനിറ്റ് പറയാൻ വരട്ടെ. ആതിര, ഓക്കെ. മാം ഒന്ന് പറയാമോ നമ്മളിപ്പോ എന്താ പറഞ്ഞെന്നുള്ളത്? അപ്പോഴേക്കും ഞാൻ ഞാൻ പറയണോ? ഞാൻ പറയട്ടെ. മാം ഒന്ന് പറയണം കേട്ടോ. ബാലരാമൻ ഗദ കൊണ്ടുവന്നപ്പോൾ തട്ടി. ആതിരയും പറഞ്ഞോ. ബാലരാമൻ ഗദ കൊണ്ട് വന്നപ്പോ തട്ടി. ഓക്കെ. മാം ഇവിടെ ഗെയിം അവസാനിച്ചു കേട്ടോ. എല്ലാരും പറഞ്ഞു ഗെയിം കഴിഞ്ഞു. അവസാനിച്ചിട്ടില്ല. ശിലു പറഞ്ഞത് ഒന്നും കൂടി ആവർത്തിക്കണം. ആ കഥ ഒന്നും കൂടി പറയോ? എന്താ കഥ എന്നറിയണല്ലോ. അപ്പോഴാണ് അവസാനിക്കുന്നത്. ഓക്കെ, അതന്നെ. ഇപ്പൊ പാർട്ടിസിപ്പൻസ് എല്ലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണ് കാര്യം പറഞ്ഞെന്നുള്ളത് ഞാൻ ഒന്നുകൂടെ പറയാമേ. ഞാൻ പറയാണേ. ബാലൻ വൈദ്യരുടെ മകൻ ബാലു ബാലരാമപുരത്ത് നിന്ന് വാങ്ങിയ ബദാം പരിപ്പ് ഭരണിയിലാക്കി വെച്ചു. ഒരു വലിയ വണ്ട് വന്ന് ഭരണിയിലിരുന്ന് ഭീം ഭീം എന്ന് പാടിയപ്പോൾ പേടിച്ചു പോയ ബാലു ഭരണി വലിച്ചു താഴെയിട്ട് ഭ്രാന്തനെ പോലെ ബഹളം വെച്ചു. ഇതാണ് ഞാൻ പറഞ്ഞത്. ഉണ്ടോ? പറഞ്ഞു വന്നപ്പോ ലാസ്റ്റ് എന്തായി? നല്ല രസം ഉണ്ടായിരുന്നില്ലേ? ഇനി ക്ലാസ് റെക്കോർഡ് ക്ലാസ് നോക്കണം. അപ്പോഴേ എനിക്ക് ചിരിക്കാൻ പറ്റൂ. അതെ മാം, റെക്കോർഡ് ക്ലാസ് കാണാൻ എന്തൊക്കെയാ പറഞ്ഞു വെച്ചേന്ന്. അത് തന്നെ ലാസ്റ്റ് ഞാനിത് കേൾക്കുമ്പോ അങ്ങനെ കണ്ണ് മേലോട്ടാക്കുക. അപ്പൊ എനിക്കൊന്ന് ചിരി വരിക. നിങ്ങൾ ഓരോരുത്തരും ആരാണ് മാളവിക തട്ടിന്ന് പറഞ്ഞതാരാ? അതാണ് സോജി വന്നപ്പോ മാറി. ഇടയിൽ ഒരാൾ മാളവികനെയോടെ കേട്ടിയതില് പറഞ്ഞത് എന്റെ പേര് വന്നു. ഞാനത് ആലോചിച്ചത് എന്ത് പറയണമെന്ന് എനിക്കറിയാൻ വയ്യ. അല്ല, അത് നല്ല രസമുണ്ടായിരുന്നു. മാളവിക തട്ടി എന്ന് പറഞ്ഞപ്പോ കൂട്ടിച്ചിരിയായിരുന്നു ഇവിടെ എല്ലാവരും. ഉണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞില്ലേ എന്നോട് ഓൺലൈനായിട്ട് ചെയ്യുന്നതിന് പരിമിതി ഉണ്ട്, പക്ഷെ നന്നായിട്ട് ചെയ്യുന്നില്ലേ? ഇപ്പൊ നന്നായിരുന്നില്ലേ? കുറെ ചിരിച്ചില്ലേ? കണ്ടൊക്കെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുക. ചിരിച്ച് കണ്ണ് നിറഞ്ഞു. ഓക്കെ, അപ്പൊ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു കുറെ ബാച്ചുകളിൽ ഈ ബാച്ചിലാണ് കൂടുതൽ ചിരിച്ചിരിക്കുന്നത്. ചിരിക്കാനുണ്ടായിരുന്നു കുറെ. താങ്ക് യു കേട്ടോ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ ഇത് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇതുപോലെ തന്നെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. മാം, ഞങ്ങൾ ഇന്നലെ ഗ്രൂപ്പിലൊന്ന് ട്രയൽ ചെയ്തിനെ. അപ്പൊ എന്നെ ചിരിച്ചിട്ട് മണ്ണ് കുപ്പി. അതെ, ട്രയലൊക്കെ ചെയ്തായിരുന്നു അല്ലേ? ഓക്കെ, അടിപൊളിയായിട്ടുണ്ട് എന്തായാലും കേട്ടോ. എല്ലാവർക്കും എന്താ? അല്ല, ഇന്നലെ ട്രൈ ചെയ്തതിനകത്തെ അപ്പു എന്ന കഥാപാത്രത്തെ അപ്പൂപ്പനാക്കി അവസാനം. അതെ, ഓ അങ്ങനെയാണല്ലേ ചെയ്തേ? ഓക്കെ, എന്തായാലും നന്നായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടായില്ലേ? ഗെയിം ഇഷ്ടായില്ലേ? ഓക്കെ, അപ്പൊ അടുത്ത ഗെയിമിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? സൈമൺ സീസ്. അടുത്ത ഗെയിം അങ്ങനെ പ്രിപ്പയർ ആയില്ല മാം. ഇതിന്റെ ചർച്ചയിലായിരുന്നു നമ്മൾ എല്ലാവരും. ഓക്കെ, അപ്പൊ സൈമൺ സീസ് പിന്നെ പറഞ്ഞാൽ മതി. പിന്നത്തെ ക്ലാസ് ചെയ്താൽ മതി കേട്ടോ. എന്നാ ഓക്കെ, അപ്പൊ നമ്മൾ എവിടം വരെയാണോ എടുത്തു നിർത്തിയത്? ആ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് ആക്കി. ഗെയിമിന്റെ പറഞ്ഞില്ലേ? ഗെയിമിന് ഹസീന ഉണ്ടായിരുന്നോ? ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാ. എന്ത് പറ്റി ഹസീനക്ക്? ലങ്സിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അപ്പം 2 ദിവസമായി. അതെ, ഇപ്പൊ എങ്ങനെയുണ്ട്? എന്നിട്ട് കുറഞ്ഞോ? കുറവുണ്ട്. നമ്മൾ ഈ ലാസ്റ്റ് ഈ പാരഗ്രാഫ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തല്ലേ? മോട്ടോർ ഡെവലപ്മെന്റ് വരെ പറഞ്ഞായിരുന്നോ? അത് പറഞ്ഞില്ലേ? ഗെയിം
ആ ആ പാരഗ്രാഫ് അവിടെ വരെ കംപ്ലീറ്റ് ആയിട്ട് ആ പാരഗ്രാഫ് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് പേജ് നിങ്ങളൊന്ന് റീഡ് ചെയ്യൂ കേട്ടോ. ദ ഡെവലപ്മെന്റ് ഓഫ് സ്പീച്ച് അത് തുടങ്ങി സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് അവിടെ വരെ ഒന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. ഒന്നും കേൾക്കുന്നില്ലല്ലോ മാ. വായിക്കാൻ പറഞ്ഞു. കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞോ? ഓക്കെ. സോജി ഒന്ന് ഉറക്കെ വായിച്ച ആ പാരഗ്രാഫ് നെക്സ്റ്റ് പേജിലെ ദ ഡെവലപ്മെന്റ് ഓഫ് സ്പീച്ച്. ഓക്കെ മാം, ഞാൻ വായിക്കാം. The development of speech, vocabulary, length of response are some of the important aspects of language improvement. The vocabulary of children at the beginning is too limited. There is a continuous increase in the amount of one's vocabulary during childhood. Later on, as a result of pressure of needs and learning, the vocabulary goes on developing. Maintenance of the past and the addition of the new words in the one's vocabulary may continue even in the period of old age, reliant upon their reading habits and interest. In addition to change in vocabulary and speech, the pattern of reaction also changes with age.
എന്താ മനസ്സിലായത്? സോജിക്ക് എന്താ മനസ്സിലായത് വായിച്ചപ്പോ? സ്പീച്ച് ലാംഗ്വേജ് ഡെവലപ്മെന്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ് സ്പീച്ച്, വൊക്കാബുലറി, പിന്നെ റെസ്പോൺസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ദെൻ ചിൽഡ്രൻസിന് അവരുടെ സംസാരമൊക്കെ ആദ്യം കുറവായിരിക്കുമല്ലോ, ദെൻ അത് കൂടിക്കൂടി വരും, പിന്നീട് ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരും ഇല്ലേ? പിന്നെ നമ്മൾ ലേണിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഈ വൊക്കാബുലറി, ആക്ഷൻസ്, സ്പീച്ച് ഒക്കെ ഇൻക്രീസ് ആയി വരും, ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരും. പിന്നെ റീഡിങ് ഹാബിറ്റ്സ് ഒക്കെ നമുക്ക് വരുന്നതോടുകൂടി നമ്മുടെ വൊക്കാബുലറി, നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വരും. ഇതല്ലേ മാമിനത് പറയുന്നത്? അതായത് സ്പീച്ച് ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ വൊക്കാബുലറി, അതായത് നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന, അതായത് വേർഡ്സുകളുടെ ആ ഒരു പദപരിചയം, പിന്നെ അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ റെസ്പോൺസ് ചെയ്യുന്ന രീതി, ഇതൊക്കെയാണ് ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട ആസ്പെക്റ്റുകൾ എന്ന് പറയുന്നത് കേട്ടോ. അതായത് സംസാരിക്കുന്നതിനുള്ള ഡെവലപ്മെന്റ്, അതുപോലെ വൊക്കാബുലറിയിലുള്ള പരിചയം, പിന്നെ ലെങ്ത് ഓഫ് റെസ്പോൺസ്. ഇത് മൂന്നുമാണ് എന്ത് ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട്. പിന്നെ വൊക്കാബുലറി ഓഫ് ചിൽഡ്രൻ അറ്റ് ദ ബിഗിനിങ് ഈസ് ടു ലിമിറ്റഡ്. നമുക്കറിയാം കുഞ്ഞുങ്ങളുടെ വൊക്കാബുലറി എന്ന് പറഞ്ഞാല് തുടക്ക സമയത്ത് ലിമിറ്റഡ് ആയിരിക്കില്ലേ? കുഞ്ഞ് ജനിച്ചുടനെ തന്നെ വാക്കുകൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങോ? ഒരിക്കലുമില്ല, തുടങ്ങില്ല. കുറച്ചുകൂടി കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുക, വൊക്കാബുലറി ഇൻക്രീസ് ആവുന്നത്. അപ്പൊ ബിഗിനിങ് സ്റ്റേജില് ചിൽഡ്രൻസിന്റെ വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആണ്. പിന്നെ അത് കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ആയിട്ടാണ് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നത്, സെന്റൻസുകളും പാരഗ്രാഫുകളും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ ഫലമായിട്ട് കുറച്ചും കൂടി കഴിയുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും, അതായത് ലേണിംഗ് കുറെ കൂടി കാര്യങ്ങൾ അവര് ലേൺ ചെയ്യും. അതായത് ലേണിംഗിന്റെ പ്രഷർ അവർക്ക് ഉണ്ടാവും. അല്ലെ, സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇന്ന ഭാഗങ്ങൾ പഠിച്ചു തീർക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അവരുടെ ലാംഗ്വേജ് എന്താണ്, ഒന്നുകൂടി ഇംപ്രൂവ് ആവും. അവരുടെ വൊക്കാബുലറിയും എന്ത് ചെയ്യും, ഒന്നുകൂടി ഇംപ്രൂവ് ആവുന്നത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്കറിയാം കുഞ്ഞുങ്ങള് ഏർലി സ്റ്റേജില്, അതായത് നഴ്സറിയില്, അംഗൻവാടിയില് ഒക്കെ പഠിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങള് ലെറ്റേഴ്സ് ആണ് പഠിക്കുക, അല്ലെ? ലെറ്റേഴ്സ് അല്ലേ പഠിക്കുന്നേ? വാക്കുകളാണോ അക്ഷരങ്ങളാണോ പഠിക്കുന്നേ? എന്താ പഠിക്കുന്നേ? ലെറ്റേഴ്സ് ആണ് പഠിക്കുന്നത്. അതിനുശേഷം കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, തറ, പന, പറ, അങ്ങനെയുള്ള ചെറിയ ചെറിയ വാക്കുകൾ പഠിക്കില്ലേ? മലയാളമാണെങ്കിൽ അത്തരത്തിലുള്ള വാക്കുകളില്ല പഠിക്കാം, അല്ലെ? അതിനുശേഷം പിന്നീട് 1ാം ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ, 2ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോഴാണ് കുറച്ചും കൂടി വേർഡ്സ് പഠിക്കുന്നത്, അല്ലെ? അതായത് 2ഓ 3ഓ ലെറ്റേഴ്സ് ഉള്ള വേർഡ്സ് പഠിക്കുന്നു. ഡോഗ് പഠിക്കുന്നു, ക്യാറ്റ് പഠിക്കുന്നു, പെൻ പഠിക്കുന്നു, അല്ലെ? അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു സമയത്ത്, 1ല് 2ല് ആ സമയത്തൊക്കെ എന്താണ്, അങ്ങനെയുള്ള വാക്കുകളാണ് പഠിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ സെന്റൻസ് അല്ല, വേർഡ്സുകൾ കുഞ്ഞുങ്ങൾ എഴുതാൻ ആരംഭിക്കുന്നു ആ സമയത്ത് തന്നെ. ആദ്യം അവർ പഠിക്കുകയാണെങ്കിൽ പിന്നെ അതോടൊപ്പം എന്ത് ചെയ്യുന്നു, എഴുതാനും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ആരംഭിക്കുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി കഴിയുമ്പോൾ ഒരു 3-4 ക്ലാസ്സുകളിലാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യും, നമ്മള് ചില മാഗസീൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും, അല്ലെ? എന്തൊക്കെ മാഗസീൻസ് ആണ്? കളിക്കുടുക്ക, മിന്നാമിന്നി, അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാറില്ല കുഞ്ഞുങ്ങൾക്ക്, ബുക്കുകള്. അതൊക്കെ നോക്കിയിട്ട് അതിനകത്തെ വേർഡ്സ്, അതിനകത്ത് ചിലപ്പോ മലയാളം അക്ഷരങ്ങൾ ഉണ്ടാകും, മലയാളം വേർഡ്സ് ഉണ്ടാകും, ഹിന്ദി അക്ഷരങ്ങൾ ഉണ്ടാകും, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉണ്ടാകും, ചെറിയ ചെറിയ വേർഡുകൾ ഉണ്ടാകും. പിന്നെ അതിനകത്ത് കുറെ പസിൽസ്, ഗെയിംസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അല്ലെ? അങ്ങനെ കുറെ അധികം ആക്ടിവിറ്റികൾ എന്തുണ്ട് അതിനകത്തുണ്ട്. പിന്നെ അതില് ചെറിയ ചെറിയ കഥകൾ ഉണ്ടാവും. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് അത് വായിക്കാൻ പറ്റില്ല. ആ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ കഥകള്? വായിക്കാൻ പറ്റുമോ? ഇല്ല. എങ്ങനെയാണ്? ഇല്ല. അതായത് ഒന്നില്ലെങ്കിൽ ടീച്ചർ അല്ലെങ്കിൽ കുഞ്ഞിന്റെ കൂടെ ഇരിക്കുന്ന അമ്മയോ അച്ഛനോ ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യണം, വായിച്ച് കേൾപ്പിച്ചു കൊടുക്കണം, അല്ലെ? അപ്പോഴാണ് കുട്ടിക്ക് ആ കഥ മനസ്സിലാവുന്നത്, അല്ലെ? അപ്പൊ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാല് നമ്മൾ കൂടുതലും ലെറ്റേഴ്സും വേർഡ്സ് ഒക്കെ ഫെമിലിയർ ആക്കാനാണ് കുട്ടികളെ ശ്രദ്ധിക്കുന്നത്. മറിച്ച് സെന്റൻസുകളോ പാരാഗ്രാഫുകളോ ഒന്നും തന്നെ ആ സമയത്ത് വായിക്കുന്നില്ല.
അതിനുശേഷം കുറച്ചും കൂടി കഴിയുമ്പോൾ ബുക്ക് മാറാനായിട്ട് തുടങ്ങും. ആദ്യം മിന്നാമിനിയും കളിക്കുടുക്കയും വായിച്ചിരുന്ന അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്തിരുന്ന സ്ഥാനത്ത് കുറച്ചും കൂടി കഴിയുമ്പോൾ ബാലരമ പോലുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ കൈകളിൽ എത്താൻ തുടങ്ങും. ആണോ? അങ്ങനെയാണോ? സ്റ്റേജ് മാറിയില്ലേ? കളിക്കുടുക്കയുടെയും മിന്നാമിനിയുടെയും കാലം കഴിഞ്ഞു. പിന്നീട് ബാലരമ, ബാലഭൂമി പോലുള്ള കാര്യങ്ങൾ കയ്യിൽ കിട്ടും അല്ലെ? അത് കയ്യിൽ കിട്ടുമ്പോൾ വായിക്കാൻ തുടങ്ങും. സെന്റൻസുകൾ കൂടുതലായിട്ട് വായിക്കും, അതിനകത്തെ കഥകൾ കൂടുതലായിട്ട് വായിക്കും. അങ്ങനെ എന്ത് ചെയ്യും? ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് പിന്നെ ലൈബ്രറി ബുക്കിലോട്ട് കടക്കുക. ആണോ? അതപ്പോ കളിക്കുടുക്ക, മിന്നാമിനി കഴിഞ്ഞു, ബാലരമ, ബാലഭൂമി കഴിഞ്ഞു. പിന്നീട് എന്ത് ചെയ്യും? നമ്മള് കഥകള്, നോവലുകളൊക്കെ വായിക്കാനായിട്ട് തുടങ്ങും അല്ലെ? അപ്പൊ കുറച്ചും കൂടി നമുക്കറിയാം, അതായത് നല്ല രീതിയിൽ വായിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് വൊക്കാബുലറി പെട്ടെന്ന് കയ്യിൽ നിന്ന് എടുത്തിടാൻ പറ്റും. അതായത് അവരുടെ അവർക്ക് ധാരാളം വേർഡ്സുകൾ അവർക്ക് ഫെമിലിയർ ആയിരിക്കുള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ കുഞ്ഞുങ്ങൾക്ക് നമ്മളിപ്പോ കുറെ സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാറുണ്ട്. ഇപ്പൊ സാലറി കിട്ടുന്ന സമയത്താണെങ്കിലും എന്തെങ്കിലും കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ വരുന്ന സമയത്താണെങ്കിൽ നമ്മൾ ധാരാളം ടോയ്സോ അല്ലെങ്കിൽ ഡ്രസ്സോ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? മേടിച്ചു കൊടുക്കുക. അപ്പൊ അതിന് പകരമായിട്ട് എന്ത് ചെയ്യുക? ബുക്ക് സമ്മാനിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ? ബുക്കുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ടോ? ബുക്കുകൾ കൊടുക്കാറുണ്ടോ? നല്ലൊരു ശീലമാണ് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യണം? ബുക്കുകൾ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ അടുത്തുള്ള ലൈബ്രറികളിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണം. അവിടെ ധാരാളം ബുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യണം? എടുത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ നമ്മൾ ഓരോന്ന് ചൂസ് ചെയ്ത് അവർക്ക് കൊടുക്കുന്നതിലൂടെ അവര് കൂടുതലും അവരുടെ വൊക്കാബുലറി, അവരുടെ ആ ഒരു ഭാഷ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കുഞ്ഞുങ്ങളുടെ ലാംഗ്വേജ് അല്ലെങ്കിൽ വൊക്കാബുലറി ഇൻക്രീസ് അല്ലെങ്കിൽ നമുക്കത് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്കറിയാം പുതിയ, അതായത് ഇങ്ങനെ ഓൾഡ് ഏജ്, നമ്മൾ കുറച്ചും കൂടി പ്രായം, അതായത് വാർദ്ധക്യത്തോട് അടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ നന്നായിട്ട് ബുക്കുകൾ വായിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ വൊക്കാബുലറി കുറേ അധികം ഇൻക്രീസ് ആവുന്നത് കാണാനായിട്ട് സാധിക്കും. അതായത് അയാളുടെ കയ്യിൽ കുറെ അധികം വാക്കുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ എന്തെങ്കിലും കഥകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കവിതകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനും അത്തരത്തിലുള്ള ആളുകൾക്ക് കൂടുതലായിട്ട് താല്പര്യം ഉണ്ടാകും. അപ്പൊ റീഡിങ് ഹാബിറ്റ്സും ഇൻട്രസ്റ്റ് ഒക്കെ കൂടി വരുന്ന സമയമാണെന്ത്? ഈ വാർദ്ധക്യത്തോടെടുക്കുന്ന സമയം എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ വീട്ടിലുള്ള അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ പേപ്പറുകളും കാര്യങ്ങളൊക്കെ വായിക്കാറുണ്ട് അല്ലെ? നമ്മള് വായിച്ചില്ലെങ്കിൽ അവര് വായിക്കില്ലേ? അതെന്തുകൊണ്ടാ? അതായത് അത് അവരുടെ ശീലം, അതായത് ആ ഒരു ഹാബിറ്റ് ഇങ്ങനെ വളർന്ന് വന്നിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അപ്പോ പണ്ട് നമ്മൾ കുറച്ചാണ് വായിച്ചിട്ടുള്ളതെങ്കിൽ കുറച്ചുകൂടി കഴിയുമ്പോൾ ആ വായന നമ്മുടെ ഭാഗമായി കഴിഞ്ഞാല് ഓൾഡ് ഏജ് ആകുമ്പോഴത്തേനും നമ്മുടെ വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കരമായിട്ട് കൂടുതലായിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ ഇഷ്ടത്തിന്, അതായത് എന്തെങ്കിലും സെന്റൻസുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പാരഗ്രാഫ് ഒക്കെ എഴുതുന്ന സമയത്ത് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യാം? രീതി തന്നെ, അതായത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ആ വേർഡുകളും സെന്റൻസുകളും റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വേർഡുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? അതിനകത്ത് ഉപയോഗിക്കാം. അപ്പോ വായിക്കുക അല്ലെങ്കിൽ ഭാഷ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾക്ക് ഒരാളോട് സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റും അയാള് നല്ല ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അയാൾ നന്നായിട്ട് ഭാഷ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. നല്ല രീതിയിൽ വായിക്കുന്ന ഒരു വ്യക്തിയാകാനാണ് സാധ്യത. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ. Then sequence of language development കേട്ടോ. ഒരാളൊന്ന് റീഡ് ചെയ്യാമോ? Sequence of language development. There may be individual differences so far as language development is connected, but the order remains the same for all. The general arrangements of language development is as follows.
At birth, language is practically absent. At about 4 weeks, small throat sounds are noticed. The starting point in language development is the child's smile and cooing at the age of 16 weeks. Around 28 weeks, the bubbling stage begins. Around 40 weeks, the baby imitates sounds made by adults and takes these sounds into his own system. Now the baby says one word. Around 52 weeks, the baby says 2 or more words. Around 18 months, the baby combines words to form basic sentences pattern. Around 24 months, the baby uses simple phrases and understands simple directions. Around 36 months, the child's vocabulary enormously increases. Now he talks in sentences and answers simple questions. Around 4 years, the child uses conjunctions and understands prepositions. Around 5 years, the child speaks without infantile articulation. Much of speech pattern that child learns is result of substitution of others. During the course of learning, it is possible that certain speech disorders like omissions, stuttering, stammering, etc. may promote. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇനി സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ് നോക്കേണ്ടത്. അതായത് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടാകും ലാംഗ്വേജ് ഡെവലപ്മെന്റിന് കേട്ടോ. ചില ആളുകൾക്ക് ഇതുപോലെ തന്നെ ആയിരിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ചില സ്റ്റേജുകളിലൊക്കെ ചിലപ്പോൾ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കാൻ വ്യത്യാസം വരാം. എന്നിരുന്നാലും മെജോറിറ്റിയും ഇങ്ങനെ തന്നെയാണ് കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഉണ്ടാവുക. The general arrangements of language development is as follow. At birth, language is practically absent. നമുക്കറിയാം കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ കരച്ചിലോട് കൂടിയിട്ടാണ് ജനിക്കുന്നത്. വേറെ ഒരു സൗണ്ടും കാര്യങ്ങളും ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ബർത്ത് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ആബ്സെന്റ് ആണ്, പ്രാക്ടിക്കലി ആബ്സെന്റ് ആണ്. രണ്ടാമത്തത് അറ്റ് അബൌട്ട് 4 weeks small throat sounds are noticed. 4 ആഴ്ച പ്രായം എത്തുമ്പോൾ കുഞ്ഞുങ്ങളുടെ ത്രോട്ടിൽ നിന്ന് ചില സൗണ്ടുകൾ വരാനായിട്ട് തുടങ്ങും. Then മൂന്നാമത്തത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇൻ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇസ് ദി ചൈൽഡ് സ്മൈൽ ആൻഡ് ക്യൂയിങ് അറ്റ് ദ ഏജ് ഓഫ് 16 weeks. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ചൈൽഡിന്റെ സ്മൈലും അതുപോലെ തന്നെ ക്യൂയിങ് സ്റ്റേജുമാണ്. അത് 60 weeks ആകുമ്പോഴാണ് തുടങ്ങുന്നത്. Then around 28 weeks the babbling stage begins. 28 ആഴ്ച പ്രായമുള്ള സമയത്താണ് ബാബ്ലിംഗ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ബാബ്ലിംഗ് സ്റ്റേജ് ബിഗിൻ ചെയ്യുന്നത്. Then around 40 weeks the baby imitates sound made by adult and take these sounds into his own system. Now the baby says one word. 40 ആഴ്ച പ്രായമുള്ളപ്പോൾ അഡൽറ്റിന്റേത് പോലുള്ള വേർഡ്സുകൾ, അഡൽറ്റ് ഉപയോഗിക്കുന്ന വേർഡ്സുകൾ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ബേബി വൺ വേർഡ് ഉപയോഗിക്കുന്നു. Then 52 weeks baby says 2 or more words. 52 ആഴ്ച പ്രായമുള്ളപ്പോൾ 2 ഓ അതിലധികമോ വാക്കുകൾ ഉപയോഗിക്കുന്നു. Around 18 months the baby combines words to form basic sentence pattern. ഇനി 18 months ആകുമ്പോൾ ബേബി എന്ത് ചെയ്യുന്നു, വേർഡ്സുകൾ കമ്പൈൻ ചെയ്ത് ബേസിക് സെന്റൻസ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നു. Then around 24 months the baby uses simple phrases and understands simple direction. ഇനി 24 മാസം പ്രായമുള്ളപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഫ്രേസസും പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്ഷൻ, അപ്വാർഡ് ഫോർവേഡ് എന്ന് പറയുന്ന ഡയറക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ മനസ്സിലാക്കാനായിട്ട് തുടങ്ങുന്നു. Then around 36 months the child vocabulary enormously increased. Now that talks in sentence and answers simple questions. അതുപോലെ തന്നെ 36 ആഴ്ച പ്രായമുള്ള സമയത്താണ് കുഞ്ഞ് എന്ത് ചെയ്യുന്നത്, ധാരാളം വൊക്കാബുലറി യൂസ് ചെയ്യുന്നത്. പിന്നെ സെന്റൻസുകളായിട്ട് വാക്കുകൾ പറയാൻ തുടങ്ങും, സിമ്പിൾ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യും. Then around 4 years the child uses conjunction and understands preposition. പിന്നെ 4 വയസ്സാകുമ്പോൾ കൺജങ്ഷനും അതുപോലെ തന്നെ പ്രിപ്പോസിഷനും ഒക്കെ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. Then 5 years the child speaks without infantile articulation. 5 വയസ്സാകുമ്പോൾ മറ്റാരുടെയും സഹായമില്ലാതെ എന്ത് ചെയ്യും, കുഞ്ഞു വാക്കുകൾ പറയാനായിട്ട് തുടങ്ങും. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയുമാണ് എന്ത്, സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഓക്കെ അല്ലേ?
ഇനി ഇവിടെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ അത്ര ഇതാക്കണ്ട, അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ഒന്ന് വായിച്ചിരുന്നാൽ മതി. മച്ച് ഓഫ് ദ സ്പീച്ച് പാറ്റേൺ ദാറ്റ് ദി ചൈൽഡ് ലേൺ ഇൻ ദ റിസൾട്ട് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് അതേഴ്സ് during course of learning, it is possible that certain speech disorder like omission, stuttering, stammering, etc. may promote. അതായത് കുട്ടികൾ ഭാഷ പഠിച്ചു വരുന്ന സമയത്ത് ചില സ്പീച്ച് ഡിസോർഡേഴ്സ് ഉണ്ടാകും. അത് ഒമിഷൻ ഉണ്ട്, സ്റ്റട്ടറിംഗ് ഉണ്ട്, സ്റ്റാമറിംഗ് ഉണ്ട്. ഇതാണ് സ്പീച്ച് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ തന്നെ വായിച്ചു നോക്കുക, എന്നിട്ട് ഒരാളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ട് അതുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. ആദ്യം അതൊന്ന് വായിച്ചു നോക്കിക്കോളൂ. the factors of influencing language development. PDF ഒന്ന് ഷെയർ ചെയ്യോ? PDF കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നില്ലേ? നെക്സ്റ്റ് പേജ് അല്ലേ മാം? അത് നെക്സ്റ്റ് പേജ് കാണാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ. ഫാക്ടേഴ്സ് ഓഫ്, അത് കാണാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇല്ല. ടെക്സ്റ്റ് ഇട്ടോ കയ്യില്? ടെക്സ്റ്റ് വായിക്കൂ കേട്ടോ. ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് വായിക്കൂ. അതെന്തോ ഇടയ്ക്ക് ഇങ്ങനെ അത് മിസ്സാവുന്നുണ്ട്, എടുക്കാൻ പറ്റുന്നില്ല ചില സമയത്ത്. ഞാനേ ഹോസ്പിറ്റലിലായതുകൊണ്ട് ടെക്സ്റ്റ് ഒന്നും ഇല്ല കയ്യിലാണ്. ടെക്സ്റ്റ് ഇല്ല അല്ലേ? ജസ്റ്റ് വായിച്ചാൽ മതി, പിന്നെ വീട്ടിൽ ചെന്നിട്ട് വായിച്ചാൽ മതി കേട്ടോ. അത് ഇവിടെ എടുക്കാൻ പറ്റുന്നില്ല, അതാണ് കേട്ടോ. ശരിയാണ്. ഇമ്പോർട്ടന്റ് ഒന്നുമല്ല, ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുക ഒരു കുട്ടിയുടെ, അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് പറയാനുള്ളതാണ്. വായിച്ചു കഴിഞ്ഞെങ്കിൽ പറയാം കേട്ടോ. ഷിലു ഒന്ന് ടെക്സ്റ്റ് നോക്കി ഒന്ന് വായിക്കാമോ? ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്.
The important factors that influence language development are the child's maturity pattern, the child's maturity level, or more particularly, his physical and motor development influence his grammatical behavior at different ages. Around 6 months, her parents heard her producing sounds like ba, ba, ma, ma, pa, pa. The development of such similar sounds is called babbling. Anu's mother is very happy when Anu articulates her first meaningful word ma around the age of 9 months. She had articulated this word on seeing her mother. When a child utters the word milk, it carries a whole sentence in it. Depending on the context, it may mean that the child wants milk or that she is full and does not want any more. Also, one word may be used to name several objects. For example, all four-legged animals may be called by the one word dog. It is gradually she learns the difference and learns to use specific names like cow, goat, and horse. At about 18 months, Anu had a vocabulary of about 50 words. As her second year birthday solicited, Anu could link two words and make sentences like my doll, Papa pen, Mama office, Papa office, etc. By the second birthday, a child can create about 100 words. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഷിലു. ലാംഗ്വേജ് ഡെവലപ്മെന്റിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ആണ് നമ്മൾ നേരത്തെ ഇതെല്ലാം പഠിച്ചിട്ടുള്ളത്. ഈ ബാബ്ലിംഗ് സൗണ്ട് എന്നൊക്കെ പറയുന്നത് അത് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ല, റിലേറ്റ് ചെയ്തിട്ടൊന്ന് പറയാമോ? അറൌണ്ട് 6 months ആകുമ്പോഴത്തേക്കും പാരന്റ്സിനോട് ഈ എക്സാമ്പിൾ വെച്ചാണ് മാം പറയാനുള്ളത്. അതായത് ഈ പാരഗ്രാഫിലുള്ള കാര്യം പറഞ്ഞാൽ മതി. ഓക്കെ. അറൌണ്ട് 6 months നമ്മുടെ പാരന്റ്സിനോട് എന്താണ് അവര് ബാബ എന്നും മാമ എന്നും അല്ലെങ്കിൽ പാപ്പ എന്നും സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ കെയർ ടേക്കറോട് ഒരു സൗണ്ട് ഇതേപോലെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ സൗണ്ട് പ്രൊഡ്യൂസിനെയാണ് നമ്മൾ ബാബ്ലിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു അമ്മ അവരുടെ കുട്ടിക്ക് നമ്മൾ കാണുമ്പോഴത്തേക്കും കുട്ടി അമ്മയെ കാണുമ്പോഴത്തേക്കും ആദ്യം കാണുമ്പോൾ ഒന്നും സംസാരിക്കത്തില്ല, അല്ലെങ്കിൽ ഒന്നും റെസ്പോണ്ട് ഇല്ല. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മാ അല്ലെങ്കിൽ പാ എന്നൊക്കെ സൗണ്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ അമ്മയെ കാണുമ്പോഴത്തേക്കും അതിന് മനസ്സിലാവും അത് അമ്മയാണ്, അതുകൊണ്ടാണ് അത് മാ എന്ന് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കാൻ തുടങ്ങുന്നത് ഏതാണ്ട് 9 months ഒക്കെ ആകുമ്പോഴായിരിക്കും. ചിലപ്പോൾ ചില കുട്ടികൾ അതിന് മുന്നേയും വിളിക്കാറുണ്ട്. അതിനുശേഷം കുഞ്ഞുങ്ങള് മിൽക്ക് അല്ലെങ്കിൽ പാല് വേണമെന്ന് പറയും. പാല് വേണമെന്ന് പറയില്ല, ചിലപ്പോൾ പാല് അല്ലെങ്കിൽ പാല് എന്നെങ്കിൽ പാപ്പം എന്നൊക്കെ പറയാറുണ്ട്. അത് ഒന്നുകിൽ അർത്ഥമാവുന്നത് എനിക്ക് പാല് വേണം, അല്ലെങ്കിൽ പാപ്പം വേണം, അല്ലെങ്കിൽ എനിക്ക് മതി, അല്ലെങ്കിൽ എനിക്കിനി കഴിക്കാൻ വേണ്ട, എനിക്കിനി ഇത് വേണ്ട എന്നൊക്കെ പറയുന്നതായിരിക്കും ആ ഒരൊറ്റ വേർഡ് കൊണ്ട് സിംബലൈസ് ചെയ്യുന്നത്. അപ്പൊ ഒറ്റ വേർഡ് കൊണ്ട് തന്നെ അവർ ഒരുപാട് മീനിങ്സ് ആണ് അതിൽ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഒന്നുകിൽ പാൽ എനിക്ക് വേണം, അല്ലെങ്കിൽ എനിക്ക് വേണ്ട, എന്റെ വയറ് ഫുള്ളാണ് എന്നൊക്കെ ആയിരിക്കും ആ ഒരൊറ്റ വേർഡ് കൊണ്ട് അവർ സൂചിപ്പിക്കുന്നത്. പിന്നീട് അവർ പറയും സാധാരണയായിട്ട് കുട്ടികൾ ആദ്യമേ ഉച്ചരിക്കുന്നത് ഡോഗ് എന്ന് അല്ലെങ്കിൽ പൂച്ച. അപ്പൊ അതിനെല്ലാത്തിനും എന്താ 4 കാലുള്ളതാണ് ഉള്ളല്ലേ. 4 കാലുള്ളതെല്ലാം അവർക്ക് ഒരൊറ്റ ഇതായിട്ടായിരിക്കും ആദ്യം തോന്നുന്നത്. പിന്നീടായിരിക്കും അവർ സ്പെസിഫിക് ആയിട്ട് ഓരോന്നിനും ഓരോ പേര് കൊടുത്ത് പഠിക്കുന്നത്. 4 കാലുള്ളത് ആദ്യം ചിലപ്പോൾ ഒന്നെങ്കിൽ പട്ടി എന്നായിരിക്കും, അല്ലെങ്കിൽ പൂച്ചയെന്നായിരിക്കും, അല്ലെങ്കിൽ ആദ്യമേ ഉമ്പാമ്പ അല്ലെ പശു ഉമ്പാമ്പ എന്നായിരിക്കും ആദ്യം പറയണത്. ആദ്യം അങ്ങനെ അവർ പറയാറുള്ളൂ. പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് അവർ പശു എന്നും ആടെന്നും കുതിരയെന്നും വേർതിരിച്ച് പറയാൻ തുടങ്ങുന്നത്. പിന്നീട് 18 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും അവർ കുറച്ചും കൂടെ വേർഡ്സ് പറയാൻ തുടങ്ങും. അതായത് ഒരു 1.5 വയസ്സൊക്കെ അല്ലെങ്കിൽ 1.25 വയസ്സ് കഴിയുമ്പോഴത്തേക്കൊക്കെ അവര് കുറച്ചധികം വേർഡ്സ് പറഞ്ഞു തുടങ്ങും. എന്നാൽ രണ്ടാമത്തെ ബർത്ത്ഡേ അല്ലെങ്കിൽ 2 വയസ്സാവുന്ന സമയത്ത് അവര് കുറച്ചും കൂടെ അധികം വേർഡ്സ് പറയാൻ തുടങ്ങും. അല്ലെങ്കിൽ എന്താ മൈ ഡോൾ, അല്ലെങ്കിൽ എന്റെ പാവ, എന്റെ പേന, അല്ലെങ്കിൽ അച്ഛന്റെ പേന, അല്ലെങ്കിൽ അച്ഛൻ ഓഫീസിൽ പോയി എന്ന് പറയുന്നത് കാരണം അച്ഛൻ ഓഫീസ്, അല്ലെങ്കിൽ അമ്മ ഓഫീസ്, അമ്മ അമ്മ കുളിക്കുന്നു, അല്ലെങ്കിൽ എന്റെ പാവ, എനിക്ക് പാപ്പ എന്നൊക്കെ ആയിരിക്കും അവർ കൂടുതലും പറയാൻ ശ്രമിക്കുന്നത് അല്ലെ. അപ്പൊ ആദ്യത്തെ അപേക്ഷിച്ച് കുറച്ചും കൂടെ വേർഡ്സ് അവർ ഇൻക്ലൂഡ് ചെയ്ത് ഒരു ഫ്രേസ് പോലെ ആക്കിയിട്ട്
അവർ സെന്റൻസ് പോലെ ക്രിയേറ്റ് ചെയ്ത് പറയാൻ ശ്രമിക്കും ആണെന്ന് തോന്നുന്നു. ഓക്കെ, വെരി ഗുഡ്. മനസ്സിലായല്ലോ എല്ലാവർക്കും? റിലേറ്റ് ചെയ്ത് പറയുന്നതാണ് കേട്ടോ. ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഫിനിഷ് ആയിട്ടോ. സൈൻ ഔട്ട് ചെയ്യുന്നുണ്ടാവും. അടുത്ത ക്ലാസ്സില് സൈമൺ സീസ് പ്രാക്ടീസ് ചെയ്ത് വരിക കേട്ടോ. സൈമൺ സീസ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ക്ലാസ്സിന്റെ തുടക്കത്തില് നമ്മൾ കളിച്ച ചൈനീസ് വിസ്പർ ഗെയിം ശരിക്കും അടിപൊളിയായിരുന്നു. ഓൺലൈനിൽ കളിക്കുമ്പോൾ ഇത്ര ശരിയാവുന്ന സംശയം ഉണ്ടായിരുന്നു. പക്ഷെ കളി തുടങ്ങി കഴിഞ്ഞപ്പോ ആ സംശയമൊക്കെ മാറി. എല്ലാരും വളരെ ആവശ്യത്തോടെയും ഭംഗിയായിട്ടൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മള് പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. കുട്ടിക്കാലം മുതൽ പ്രായമാകുന്നത് വരെ നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കി. ഓരോ വ്യക്തിയിലും ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും ഇതിന്റെ ഒരു പൊതുവായ ഘടന അല്ലെങ്കിൽ ക്രമം എല്ലാവരിലും ഒന്ന് തന്നെയാണെന്ന് നമ്മൾ കണ്ടു. ജനിച്ചു വീഴുമ്പോൾ ഭാഷയിൽ ഇല്ലാതിരുന്ന നമ്മൾ പിന്നീട് ചെറിയ ശബ്ദങ്ങളിൽ നിന്നും ചിരിയിൽ നിന്നും കൂയിങ്, ബാബ്ലിംഗ് ഘട്ടങ്ങളിൽ നിന്നും വളർന്ന് ഒടുവിൽ വാക്കുകളും വാക്യങ്ങളും ഉപയോഗിച്ച് സംസാരിക്കാൻ തുടങ്ങിയ ഒരു മനോഹരമായ യാത്രയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. 16 ആഴ്ചയിലെ ചിരി മുതൽ 5 വയസ്സാവുമ്പോഴേക്കും വ്യക്തമായി സംസാരിക്കുന്നത് വരെയുള്ള പല ഘട്ടങ്ങളും ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കി. ഇത്രയും വ്യക്തമാക്കി ഈ ക്ലാസ് പറഞ്ഞു തന്ന, അതുപോലെ നമ്മുടെ ഗെയിമിനെ സപ്പോർട്ട് ചെയ്ത് തന്ന ബഹുമാനപ്പെട്ട അശ്വതി മിസ്സിനും ഒപ്പം എന്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ സൈൻ ഔട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. ഷിലു, ജിഷാമിസിന്റെ നമ്പർ കയ്യിലുണ്ടോ? തന്നിട്ടുണ്ടാവുമല്ലോ. ഉണ്ട് മാം. ചൈനീസ് വിസ്പർ കളിച്ച കാര്യം ഒന്ന് പറയണേ. ആ കണ്ടന്റ് കളിച്ച കാര്യം ഒന്ന് മിസ്സിന് മെസ്സേജ് അയക്കോ അല്ലെങ്കിൽ ക്ലാസ്സിൽ വരുമ്പോ പറയുകയോ ചെയ്യാട്ടോ. പറയാം മാം, പറയാം. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം.